വർഷത്തിന്റെ ആദ്യ പകുതി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. വിപണിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ നിഫ്റ്റിയിൽ 6% മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കാണാം. എങ്കിലും സെപ്റ്റംബറിൽ സൂചിക തൊട്ട സർവകാല ഉയരത്തിലേക്ക് ഇനിയും അകലെ തന്നെയാണ്. സെൻസെക്സിന്റെ പ്രകടനം വിലയിരുത്തിയാൽ 4% മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മറിച്ച് BSE സ്മോൾ ക്യാപ് സൂചികയിൽ 6% ഇടിവും ഉണ്ടായിട്ടുണ്ട്. സൂചിക ദുർബലമായി തുടരുമ്പോഴും പല ഓഹരികളും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സൂചികയിൽ 16 ഓഹരികൾ 50%-ലധികം നേട്ടം നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയ അതോടൊപ്പം 10-ലധികം മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപം നടത്തിയ കുറച്ച് ഓഹരികളെ മനസ്സിലാക്കാം. നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ടുകൾ കമ്പനികളെ കുറിച്ച് വിശദമായി പഠിച്ചതിനു ശേഷമാണ് അതിൽ നിക്ഷേപം നടത്തുക. ഇത് നിക്ഷേപകർക്കും ശ്രദ്ധിക്കാവുന്നതാണ്. ഫോഴ്സ് മോട്ടോഴ്സ് ആണ് അതിലൊരു ഓഹരി. 18,792 കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനിയുടെ വിപണിയിലെ ഒരു ഓഹരിയുടെ വില 14,200 രൂപയ്ക്ക് മുകളിലാണ്. അഭയ് ഫിറോട്ടിയ ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ഫോഴ്സ് മോട്ടോഴ്സ്. 1958 കമ്പനി സ്ഥാപിക്കുന്നത്. ഓട്ടോമോട്ടീവ് കോമ്പണൻസ്, വാഹനങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന കമ്പനിയാണ്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾസ്, സ്മോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, സ്പെഷ്യൽ വെഹിക്കിൾസ്, അഗ്രികൾച്ചറൽ ട്രാക്ടേഴ്സ് എന്നിവയാണ് നിർമ്മിക്കുന്നത്. ഡൈംലർ, BMW, റോൾസ് റോയ്സ്, ZF, ബോഷ്, മാൻ തുടങ്ങി ആഗോള ഓട്ടോമോട്ടീവ് കമ്പനികളുമായി ഫോഴ്സ് മോട്ടോഴ്സ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മെഴ്സിഡസ് ബെൻസ് ഇന്ത്യക്കും BMW ഇന്ത്യക്കും വേണ്ടി എഞ്ചിനുകളും ആക്സലുകളും കമ്പനി നിർമ്മിക്കുന്നു. ഈ വർഷം ഇതുവരെ 118% മുന്നേറിയ ഓഹരിയുടെ 61% പ്രൊമോട്ടർമാരുടെ കൈവശമാണുള്ളത്. FII നിക്ഷേപം മാർച്ച് പാദമായപ്പോഴേക്കും 8.36% ഉയർന്നിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം 1.43% ഉയർന്നിട്ടുണ്ട്. 17 മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ മെയ്യിൽ ഓഹരിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതായത് 139 കോടി രൂപയുടെ ഹോൾഡിംഗ്സ് ഈ ഫണ്ടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മെയ് മാസത്തിൽ 42% ഉയർന്ന ഓഹരി ജൂണിൽ ഇതുവരെ 13% നേട്ടവും നൽകിയിട്ടുണ്ട്. ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആണ് മറ്റൊരു ഓഹരി. ഈ വർഷം 94% നേട്ടമാണ് നൽകിയിരിക്കുന്നത്. മെയ്യിൽ മാത്രം 56% നേട്ടം നൽകിയിരിക്കുന്നു. FII നിക്ഷേപം 3.85% മാർച്ച് പാദം വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. DIA 1.9% നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. മെയ് മാസത്തിൽ 48 മ്യൂച്വൽ ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോയിൽ കമ്പനിയുടെ ഓഹരി ഉൾപ്പെട്ടിട്ടുണ്ട്. ഹോൾഡിംഗ് വാല്യൂ 641 കോടി രൂപയാണ്. 3,880 രൂപയ്ക്ക് മുകളിലാണ് ഓഹരി നിലവിൽ വ്യാപാരം ചെയ്യുന്നത്. 6 മാസത്തിനുള്ളിൽ 68% മുന്നേറിയ ഭാരത് ഡൈനാമിക്സ് ഓഹരികളും മ്യൂച്വൽ ഫണ്ടുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. 105 മ്യൂച്വൽ ഫണ്ടുകൾ മെയ് വരെയുള്ള കണക്ക് പ്രകാരം ഓഹരിയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നു. അതായത് 3,472 കോടി രൂപയുടെ നിക്ഷേപം ഈ ഫണ്ടുകളിൽ നിന്ന് കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓഹരി മെയ് മാസത്തിൽ 32% നേട്ടമാണ് കൈവരിച്ചത്. നിലവിൽ 1,900 രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. 69 മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഏകദേശം 1,574 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുള്ള ഓഹരിയാണ് ഗോഡ്ഫ്രേ ഫിലിപ്സ്. 41,600 കോടി രൂപ വിപണി വിഹിതമുള്ള കമ്പനിയുടെ ഓഹരി വില 8,000 രൂപയ്ക്ക് മുകളിലാണ്. KK മോദി ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ഗോഡ്ഫ്രേ ഫിലിപ്സ് ഇന്ത്യ. ഇന്ത്യയിലെ മുൻനിര FMCG കമ്പനി. സിഗരറ്റ് ബിസിനസ്സിൽ 14% വിപണി വിഹിതമാണ് ഗോഡ്ഫ്രേ ഫിലിപ്സിനുള്ളത്. മാർച്ച് പാദം വരെയുള്ള കണക്ക് പ്രകാരം 72% ഹോൾഡിംഗ്സും പ്രൊമോട്ടർമാരുടെ കൈവശമാണുള്ളത്. 9.7% ഹോൾഡിംഗ്സ് ആണ് FIIയുടെ ഭാഗത്തുള്ളത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം 3.29% ഉയർന്നിട്ടുണ്ട്. ഈ വർഷം 53% മുന്നേറിയ ഓഹരി ഫെബ്രുവരി മുതൽക്ക് പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകുന്നത്. മാർച്ചിൽ 30% നേട്ടമാണ് ഓഹരി നൽകിയിട്ടുള്ളത്. ജൂണിൽ ഇതുവരെ 8% ഇടിഞ്ഞതായി കാണാം. പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ഓഹരികളിലും 118 കോടി രൂപയുടെ നിക്ഷേപം മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിരിക്കുന്നു. മെയ്യിൽ 15 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ഓഹരിയിൽ നിക്ഷേപം നടത്തിയത്. ഏപ്രിലിൽ 40% മുന്നേറ്റമാണ് ഓഹരിയിൽ ഉണ്ടായത്. ഇതോടെ ഈ വർഷം ഓഹരി 64% റിട്ടേൺ നിക്ഷേപകർക്ക് നൽകി. നിലവിൽ 1,654 രൂപയിലാണ് വ്യാപാരം ചെയ്യുന്നത്. ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ ഓഹരിയാണ് അടുത്തത്. മെയ് മാസത്തിൽ 13 മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഓഹരിയെ ഉൾപ്പെടുത്തി. അതായത് 78 കോടി രൂപയുടെ നിക്ഷേപം ഓഹരിയിലുണ്ടായി. വിപണിയിൽ 53% കുതിപ്പാണ് ഓഹരി 6 മാസം കൊണ്ട് രേഖപ്പെടുത്തിയത്. നിലവിൽ 860 രൂപയ്ക്ക് മുകളിൽ തുടരുന്ന ഓഹരി ജനുവരി മെയ് മാസങ്ങളിൽ 30% നേട്ടവും നൽകിയിട്ടുണ്ട്. ജെറ്റ് കെമിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കമ്പനി 1968 സ്ഥാപിതമായത്. ഇന്ത്യയിൽ ആദ്യമായി നോൺ ന്യൂട്രീവ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറായ സാക്കറിൻ ഉൽപ്പാദിപ്പിച്ച ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ ആണ്. പ്രധാനമായും ഫാർമസ്യൂട്ടിക്കൽ ഹെൽത്ത് കെയർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ് കമ്പനി ചെയ്യുന്നത്. 15,010 കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂലധനം. 86% ഓഹരികളാണ് പ്രൊമോട്ടർ കൈവശമുള്ളത്. 2.5% FII നിക്ഷേപവും 1.5% DIA നിക്ഷേപവും മാർച്ച് പാദം വരെയുള്ള കണക്ക് പ്രകാരം കമ്പനിയിലുണ്ട്. ITD സിമന്റേഷൻ ഓഹരികളിലും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഉയർന്നിട്ടുണ്ട്.
മെയ് വരെയുള്ള കണക്ക് പ്രകാരം 48 കോടി രൂപയുടെ നിക്ഷേപം 10ഓളം മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് ഡിസൈൻ, എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ എന്നീ സേവനങ്ങൾ നൽകുന്ന കമ്പനി. 13,800 കോടി രൂപയാണ് വിപണി മൂലധനം. FII നിക്ഷേപം 20% നിന്നും 13% കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ DII നിക്ഷേപം 2.5% നിന്നും 6.1% കൂടുകയും ചെയ്തു. വിപണിയിൽ 800 രൂപയ്ക്ക് മുകളിൽ തുടരുന്ന ഓഹരി മെയ് മാസത്തിൽ മാത്രം 46% നേട്ടമാണ് നൽകിയത്. ഇതോടെ ഈ വർഷം ഓഹരി 50% മുന്നേറി. ഓതം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓഹരികളിൽ 29 മ്യൂച്വൽ ഫണ്ടുകൾ 55 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ, സെക്യൂരിറ്റീസ് എന്നിവയിൽ നിക്ഷേപം നടത്തുന്ന കമ്പനിയാണ് ഓതം ഇൻവെസ്റ്റ്മെന്റ്. ഇതുകൂടാതെ വായ്പകളും നൽകുന്നുണ്ട്. 43,950 കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനിയുടെ ഓഹരി വില 2,500 രൂപയ്ക്ക് മുകളിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 209% ലാഭ വളർച്ച CAGR കമ്പനി കൈവരിച്ചിട്ടുണ്ട്. 7% FII ഹോൾഡിംഗ്സ് ഉള്ള കമ്പനിയിൽ വളരെ കുറച്ച് DII നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. മാർച്ച് പാദം വരെയുള്ള കാലയളവിൽ 0.09% നിക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നത്. 51% നേട്ടമാണ് വിപണിയിൽ ഈ വർഷം നൽകിയത്. പ്രതിമാസ പ്രകടനം വിലയിരുത്തുമ്പോൾ മെയ് മാസത്തിലാണ് ഓഹരിയിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. 39% നേട്ടം നൽകാൻ ഓഹരിക്ക് സാധിച്ചു. റെഡിംഗ്ടൺ ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടുകളുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട്. 43 മ്യൂച്വൽ ഫണ്ടുകൾ ഏകദേശം 2,208 കോടി രൂപയുടെ നിക്ഷേപമാണ് ഓഹരിയിൽ നടത്തിയത്. 1993 സ്ഥാപിതമായ IT, മൊബിലിറ്റി പ്രൊഡക്റ്റുകളുടെ വിതരണം ചെയ്യുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളാണ് റെഡിംഗ്ടൺ ഏർപ്പെട്ടിരിക്കുന്നത്. 22,900 കോടി രൂപയാണ് ഓഹരിയുടെ വിപണി മൂലധനം. 290 രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത്. ഒക്ടോബറിന് ശേഷം ഓഹരിയിൽ തുടർച്ചയായ മുന്നേറ്റം ഉണ്ടായതായി കാണാം. ജൂണിൽ ഇതുവരെയായി 13% കുതിച്ചിട്ടുണ്ട്. ഇതോടെ ഈ വർഷം 46% മുന്നേറ്റമാണ് ഓഹരിക്കുണ്ടായത്. 60% ഓഹരികളും FIIയുടെ കൈവശമാണുള്ളത്. DII 17.87% ഓഹരികളാണ് മാർച്ച് പാദം വരെയുള്ള കണക്ക് പ്രകാരം കൈവശം വെച്ചിരിക്കുന്നത്.